Hello friends, welcome to Nisha Recipes. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പിനൊക്കെ എല്ലാവരുടെ വീട്ടിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്നാക്കാണ് സമൂസ. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള സമൂസ ഉണ്ടാക്കിയാലോ? സമൂസക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്, ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്, മൈദപ്പൊടി 2 കപ്പ്, ചൂടുവെള്ളം ആവശ്യത്തിന്, ഉപ്പ് ചേർത്തതാണ്, സവാള 3 എണ്ണം വലുത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, പച്ചമുളക് 4 എണ്ണം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായി പാൻ ഒന്ന് ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആവണം. ഉള്ളി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടി ഒന്ന് കുഴച്ചെടുക്കണം. 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കുഴക്കാൻ പാകത്തിനായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്ത ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുക. പൊടിക്ക് ആവശ്യമായ വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. സമൂസയ്ക്ക് എപ്പോഴും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലും മാവ് നല്ല സോഫ്റ്റായി വരുള്ളൂ. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക. ഇനി ഇത് ബോളാക്കണം. നമുക്ക് ഒരു കത്തി എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ബോളിൻ്റെ വലിപ്പം നമുക്കറിയാൻ സാധിക്കും. അതിനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ബോളാക്കി എടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ മാവും നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പത്തിരിപ്പലൻ്റെ മേലെ കുറച്ച് പൊടി വിതറി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. സമൂസക്ക് പരത്തുമ്പോൾ എപ്പോഴും നൈസായിട്ട് പരത്തണം.
കട്ടി തീരെ പാടില്ല. ഇപ്പോൾ ഞാൻ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു പത്തിരിന്ന് നമുക്ക് 4 സമൂസ ഷീറ്റുകൾ കിട്ടും. ഇതൊന്ന് സമൂസൻ്റെ കോൺ രൂപത്തിലാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. ആദ്യം ഒരു സൈഡ് എടുത്ത് മടക്കുക, എന്നിട്ട് രണ്ടാമത്തെ സൈഡും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നല്ല വൃത്തിയിലുള്ള സമൂസൻ്റെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ചെയ്യാം. രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. എല്ലാ സമൂസയും ഇതുപോലെ റെഡിയാക്കാം. ഇപ്പോൾ സമൂസക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഇനി സമൂസ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സമൂസൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ സമൂസ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചൂടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.